ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ BF എക്സാമിന് എനിക്ക് എങ്ങനെയാണ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഞാൻ മുൻപ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് BF-ൻ്റെ റാങ്ക് ലിസ്റ്റിൽ, അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചെങ്കിൽ പോലും എനിക്ക് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ലിസ്റ്റിൽ ഇപ്പം ഞാനില്ല. ഓക്കെ. അപ്പോൾ ഫിസിക്കലിൻ്റെ ഡേറ്റ് ഒക്കെ മുൻപേ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ എനിക്ക് എന്തോ അത് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് കുറച്ച് സിറ്റുവേഷൻസ് കാരണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. പക്ഷേ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് BFO എന്നുള്ള ഒരൊറ്റ എക്സാമിന് ബേസ് ചെയ്ത് മാത്രമല്ല, ഇനി വരുന്ന CPO, സിവിൽ എക്സൈസ് ഓഫീസർ, ഇങ്ങനെയുള്ള കുറച്ച് എക്സാംസ്, BFO പോലുള്ള ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്ന എക്സാംസിനൊക്കെ യൂസ്ഫുൾ ആണ്. അതായത് യൂണിഫോം പോസ്റ്റ് വരുന്ന എക്സാംസിനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ സാധ്യതയുള്ള ഒരു വീഡിയോ ആവാനാണ് ഇത് സാധ്യത. എന്തായാലും നിങ്ങളിത് ഒരുപാട് അതായത് കുറേ കാലമായി ഇപ്പം എക്സാംസിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, എക്സാംസ് കുറേയായിട്ട് എഴുതുന്നു എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഐഡിയ ഉണ്ടാവും. അങ്ങനെയല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നതെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ലൈക്ക് ഈ ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒരുപാട് തവണ നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ മേ ബി എന്തെങ്കിലും ചെറിയൊരു മെത്തേഡ് ആയിരിക്കുമല്ലോ മിസ്റ്റേക്ക് പറ്റുന്നുണ്ടാവുക. ആ ഒരു മെത്തേഡ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം ഫസ്റ്റ് തന്നെ പറയാനുള്ള കാര്യം, നമ്മൾ നമ്മുടെ സിലബസ് എടുത്ത് നോക്കുക. ഈ സിലബസ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാധാ ഇപ്പോൾ ഒരു LD എക്സാമോ അല്ലെങ്കിൽ LGS അല്ലെങ്കിൽ ഒരു വേറെ ഒരു എക്സാം നോക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഈ നമ്മുടെ സിലബസിൽ നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അത് സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള വിഷയം നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഓക്കെ. അതായത് ഏത് ജോലിക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ ജോലിയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് ആ ഒരു എക്സാമിന് യൂണിഫോം പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ പഠിക്കാനുണ്ടാവാറുണ്ട്. അപ്പം അത് ചിലപ്പോൾ ഒരുപാട് വലിയ ടോപ്പിക്സ് ഒന്നും ആവില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ഒക്കെ ഏറ്റവും മാക്സിമം ആ സമയം കൊണ്ട് തന്നെ മൊത്തത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ആയിരിക്കും കേട്ടോ. എനിക്ക് അത്ര മനസ്സിലായത്. അത് ഭയങ്കര വലിയ ടോപ്പിക്സ് ഒന്നും. ഇപ്പോൾ ഞാൻ സത്യം പറയട്ടെ, BF-യുടെ എക്സാമിന് വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒരുപാട് കാലത്ത് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരുപാട് ഞാൻ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റത്തെ ഒരു 2-3 ഡേയ്സാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതും യൂട്യൂബിലൂടെയാണ്. അല്ലാതെ ഞാൻ സ്പെഷ്യലായിട്ട് കോഴ്സും കാര്യങ്ങളും എടുത്തിട്ടില്ല. ഇപ്പം നിങ്ങൾ കോഴ്സും കാര്യങ്ങളും എടുക്കുന്നതിൽ ഒരു തടസ്സം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം എന്നാൽ പോലും അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിട്ടൊന്നും BF എക്സാമിൽ എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ഇപ്പം പോലീസിനാണെങ്കിലും CPO ആണെങ്കിലും സിവിൽ എക്സൈസ് ഓഫീസർക്കാണെങ്കിലും ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും അതിനുള്ള സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഏരിയ ആയിട്ടൊന്നും അത്രയൊന്നും ഇല്ല സത്യത്തിൽ. ഓക്കെ. നിങ്ങളന്ന് ഇരുന്ന് പഠിക്കാന്നുണ്ടെങ്കിൽ ഒരു 2-3 വീക്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര ടോപ്പിക്സേ ശരിക്കും ആ ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്നുള്ള മെയിൽ ഫയർ ആണെങ്കിൽ പോലും അത്രയേ ഉള്ളൂ. അത്ര മാക്സിമം അത്ര കാര്യങ്ങളെ അതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഏകദേശം 20 മാർക്കാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾക്ക് മൊത്തം ഉള്ളത് ഒരു 100 മാർക്കിൻ്റെ എക്സാമാണ്. ഓക്കെ. അതിൽ 20 മാർക്ക്, അതായത് 20% മാർക്ക് കിട്ടുന്നത് ഈ ഒരു 3 ആഴ്ചത്തെ മാക്സിമം, ഞാൻ പറയുന്നത് ഏറ്റവും മാക്സിമം ഒരു 3 ആഴ്ചത്തെ പ്രിപ്പറേഷനിലാണ്. ഓക്കെ. ഒരു 3 ആഴ്ച നിങ്ങൾ ഫുള്ളി അത്രയൊന്നും വേണ്ട, അതിലും കുറവുള്ള സമയം മതി സത്യത്തിൽ ഒരു ടോപ്പിക് മൊത്തത്തിൽ പഠിച്ചു തീർക്കാമെന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അല്ലാതെ ഇപ്പം എന്താ അങ്ങനെയൊന്നും പറ്റൂല, ഇതിനേക്കാളും കുറേ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയില്ല. പക്ഷേ നമ്മളൊരു PSC ഓറിയൻറ്റഡ് ആയിട്ട് നമ്മളിപ്പം PSCക്ക് എന്ത് ചോദിക്കും, അല്ലെങ്കിൽ PSC എക്സാംസിന് സാധാരണ എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ പഠനം തുടരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു 3 വീക്സ് ടൈമാണ് ഞാൻ അതിൽ കാണുന്നത്. അപ്പം ആ ഒരു ടോപ്പിക്സ് പഠിച്ച് തീർക്കുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് 20% മാർക്കാണ്. ഓക്കെ. നമ്മളിപ്പോൾ ഒരു ഫോഴ്സിന് അല്ലെങ്കിൽ യൂണിഫോം പോസ്റ്റിൻ്റെ എക്സാമൊക്കെ നോക്കുന്ന സമയത്ത് അതിന് കട്ട് ഓഫ് വന്നിട്ട് ഒരുപാടൊന്നും കൂടാറില്ല. ഓക്കെ. നമ്മളിപ്പം LD എക്സാം അല്ലെങ്കിൽ LGS ഒക്കെ നോക്കുന്ന സമയത്ത് 70+80 ആ റേഞ്ചിലൊക്കെയാണ് എക്സാംസിന് കട്ട് ഓഫ് വരുന്നത്. എന്നാൽ ഇതിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫിസിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ എഴുതണ്ടാന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഫിസിക്കലി ഓക്കെ അല്ലേ, ഇപ്പോൾ ഹൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ വെയിറ്റ്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും കാഴ്ച, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഫസ്റ്റ് തന്നെ ഈ പല ആൾക്കാരും ഇതിന്ന് ഔട്ടായി പോകുന്നുണ്ട്. ഓക്കെ. വളരെ കുറച്ച്, അതായത് ഒരുപാട് ആൾക്കാരിൽ നിന്ന് വളരെ കുറച്ച് പേര് മാത്രമേ യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ സാധാ ഒരു LD എക്സാം അല്ലെങ്കിൽ LGS എക്സാം പോലെ അത്രയും ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ആൾക്കാർ, മീൻസ് ഒരുപാട് ആൾക്കാർ അപ്പം തന്നെ ലൈക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് ഒരുപാട് പേര് കൊടുക്കാറ് പോലുമില്ല. അപ്പം നമുക്ക് അപ്പം തന്നെ നല്ലൊരു ചാൻസ് നമുക്ക് ആ ജോലി കിട്ടാനുള്ളതൊക്കെ. ഓക്കെ. പിന്നെ അടുത്ത് നോക്കുന്ന സമയത്ത് ഫിസിക്കൽ ഉണ്ടെങ്കിൽ പോലും അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും എന്താ ചിന്തിക്കുക, ഓക്കെ, ഫിസിക്കലൊക്കെ ഉള്ള എക്സാമിന് വേണ്ടിയിട്ട് ചില ആൾക്കാർ, ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫിസിക്കലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, അതിനോട് മാത്രം താല്പര്യമുള്ള, വേറെ എന്ത്
എന്ത് കിട്ടിയാലും ചിലപ്പോൾ അതിന് മാത്രം ഇതിന് പോവാത്ത ആൾക്കാർ വരെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ LD കിട്ടിയാൽ പോലും വേണ്ട, പോലീസ് മതി, അത്ര താല്പര്യമുള്ള ആൾക്കാരുണ്ട്. എന്നാൽ വേണ്ട, ഫിസിക്കലുള്ള എക്സാം അല്ലേ വേണ്ട, എനിക്ക് എൻ്റെ ശരീരം അത്ര ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം എന്നാൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ എനിക്ക് തോന്നിയിട്ടുള്ളത്, അതിപ്പോൾ LDയും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ LD കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ LDയും അതുപോലെ തന്നെ CPയും കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഏതായിരിക്കും ചൂസ് ചെയ്യുക? അപ്പം ശരിക്കും ചിന്തിച്ച് നോക്ക്, ഇതിൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനെയുള്ള ഫിസിക്കലുള്ള എക്സാംസ് ചൂസ് ചെയ്യാൻ കുറച്ചൊരു മടി കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈക്ക് ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ കിട്ടാനുള്ള പോസിബിലിറ്റി സത്യം പറഞ്ഞാൽ കൂടുതലാണ്. അപ്പം നമ്മൾ നിങ്ങൾ ഇപ്പം പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ഇപ്പം ഫിസിക്കലുള്ള ജോബായാലും ഏതായാലും കുഴപ്പമില്ല, പോലീസാണെങ്കിലും എനിക്കത് വളരെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുന്ന, ഇപ്പം ഏകദേശം അടുത്ത കൊല്ലം ജൂൺ ആകുമ്പോഴേക്കാണ് തോന്നുന്നു ഏകദേശം എക്സാം വരാൻ. സാധാരണ എല്ലാ കൊല്ലം എൻ്റെ ഒരു ജൂൺ ആകുമ്പോഴേക്കാണ് എക്സാം സാധാരണ വരാറ്. അപ്പം നിങ്ങൾ ലൈക്ക് ആ ഒരു നല്ലൊരു ജോലി പെട്ടെന്ന് തന്നെ കിട്ടണം എന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്താണ് ഇന്ന് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂണിഫോം പോസ്റ്റുള്ള ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ലൈക്ക് ഇപ്പം നിങ്ങൾക്ക് LD ആണ് പഠിക്കാൻ താല്പര്യം വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഏതായാലും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിഫോം പോസ്റ്റ് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഇപ്പോൾ എൻ്റെ ഒരു പരിമിതമായ അറിവിൻ്റെ പുറത്ത് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിൽ തെറ്റൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് പലതും ചിലപ്പോൾ അങ്ങനെയൊന്നല്ല, അത് ഭയങ്കര ടഫാണ് എന്നും പറയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തിൽ മാത്രമാണ് പറയുന്നത്, എൻ്റെ ഒരു വ്യൂ മാത്രമാണ് കേട്ടോ അത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏകദേശം 20 മാർക്ക്, അതായത് 20%, 100ൽ 20% മാർക്കും വെറും നമ്മൾ ഈ 3 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സിൽ നിന്ന് കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത് നോക്കുമ്പോൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ്, ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി നോക്കി പോകേണ്ട, ഒരു ദിവസം പോലും ഒഴിവാക്കാതെ എല്ലാ ദിവസവും നോക്കി പോകേണ്ട ഒരു കാര്യമാണ്. ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഈ ഒരു ഇത്ര ടോപ്പിക്സിൽ നിന്ന് നമുക്ക് 40 മാർക്ക് കിട്ടുന്നുണ്ട്. അതായത് 20 + 40 60 മാർക്കോളം ഇത്ര ടോപ്പിക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ കാണേണ്ട ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 8 മാർക്കാണുള്ളത്. അപ്പോൾ മൊത്തം എത്രയായി? 68 മാർക്ക്. അതായത് വളരെ ചെറിയൊരു ഏരിയയിൽ നിന്ന്, ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഏരിയ ഒന്നുമല്ല സത്യത്തിൽ. നമ്മൾ ശരിക്കും മനസ്സിലാക്കി പഠിക്കാന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് ദിവസം കൊണ്ട്, കുറച്ച് സമയം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 68 മാർക്ക് നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലത്തെ എന്താ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു പ്രയത്നമൊന്നും വേണം. ഞാൻ ഇപ്പോൾ പറയണത് CPO കിട്ടിയ ആൾക്കാരൊക്കെ വളരെ സിമ്പിളായിട്ട് പോയി കയറിപ്പോയി എന്നല്ല കേട്ടോ. അതിന് ഫിസിക്കലായിട്ടുള്ള എക്സാം ഉണ്ട്, ഇതൊക്കെ പാസ്സാവണം, കോമ്പറ്റീഷൻ തീരില്ല എന്നൊന്നല്ല ഞാൻ പറയണം. പക്ഷേ ബാക്കിയുള്ള എക്സാംസ് കമ്പയർ, LD പോലുള്ള എക്സാംസ് കമ്പയർ ചെയ്യുമ്പോഴുള്ള കാര്യം മാത്രമാണ് ഞാനോട് പറയണത്. അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങളിപ്പോൾ എഴുതുമ്പോഴേക്കും വളരെ സിമ്പിളായിട്ട് കിട്ടും എന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷേ ഞാൻ പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും എന്നുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ ശരിക്കും ചിന്തിച്ച് നോക്കിയേ, ഇത്ര ടോപ്പിക്സ്, ഓക്കെ, ഇത്ര ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 68 മാർക്ക് കിട്ടും. ഇപ്പം എന്താ പിന്നെ ഇതിന് പുറത്തേക്ക് ഇപ്പോൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ഇതിനൊക്കെ 5 മാർക്കാണ് ഇതുള്ളത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ കേരളം, ഭരണ സംവിധാനം 3 മാർക്ക്, ജീവശാസ്ത്രം ഒരു 4 മാർക്കൊക്കെയാണ് വരുന്നത്. പിന്നെ ഭൗതികശാസ്ത്രം, സ്വതന്ത്രം, കലാ, കായികം, സംസ്കാരം, ഇതിനൊക്കെ 3, 3, 4 അങ്ങനെ ആ റേഞ്ചിലൊക്കെയാണ് മാർക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും സെലക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ, അതായത് നിങ്ങൾ കുറച്ച് ഏരിയ മാത്രം വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം നിങ്ങൾക്ക് ചില സബ്ജക്ട്സ് ഇഷ്ടമല്ല, തീരെ പഠിക്കാൻ തന്നെ താല്പര്യം, എത്ര ശ്രമിച്ചിട്ടും പറ്റണില്ല, അങ്ങനത്തെ ഏരിയാസ് നിങ്ങൾ മാറ്റി വെച്ചിട്ട് തന്നെ ബാക്കി കുറച്ച് സബ്ജക്റ്റിൽ മാത്രം തന്നെ അത്രയും ഫോക്കസ് ചെയ്ത് 100% നിങ്ങളുടെ എഫേർട്ട് എടുത്തിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചോദ്യം പോലും മിസ് ഔട്ട് ആക്കാതെ നിങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങളെ ലിസ്റ്റിൽ കിട്ടുന്നുള്ളത് ഉറപ്പല്ലേ. പിന്നെ നമ്മൾ ഫിസിക്കലുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ LDൻ്റെ അത്രയും അല്ലെങ്കിൽ മറ്റുള്ള ഒരു 70+, 80+ ഒന്നും പോയ ഒരറിവ് സത്യത്തിൽ എനിക്കില്ല. ഇനിയിപ്പം മുൻപുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. CPO ഒക്കെ സാധാരണ ഒരു 50, ഏറ്റവും കൂടിയ 60 ആ റേഞ്ചിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. 60ൽ താഴെയാണ് എൻ്റെ അറിവിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ ചിലപ്പോൾ എൻ്റെ അറിവിൻ്റെ കുറവുകൊണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം BFO ആണെങ്കിലും അങ്ങനെ ഒരു നല്ല ഭയങ്കര ഹൈ റേഞ്ചിലൊന്നും എക്സാം പോയിട്ടില്ല. അത്രയൊന്നും മാർക്ക് വന്നിട്ടില്ല. നിങ്ങളൊന്ന് ശരിക്കും ഒന്ന് ആത്മാർത്ഥമായിട്ട് കുറച്ച് സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിച്ചാൽ തന്നെ, ഇതാണെങ്കിൽ വേറെ കാര്യമുണ്ട്, എല്ലാ കൊല്ലവും വിളിക്കുന്ന എക്സാംസാണ്. ഓക്കെ, ഇപ്പോൾ CPO നോക്കി കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും വിളിക്കുന്ന, ഫയർ എല്ലാ കൊല്ലവും വിളിക്കുന്ന. അപ്പം എന്താ ശരിക്കും ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അതായത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള എക്സാംസാണ് ഇങ്ങനെ ഫിസിക്കലുള്ള എക്സാംസ്. ഓക്കെ, ഇപ്പം എന്താ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സിമ്പിളാണ് എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ജോലി മാത്രമാണ് ആവശ്യം, വേറെ അല്ലെങ്കിൽ പോലീസ് ആവുക എന്നുള്ളതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസർ ആവുക എന്നാണ് എൻ്റെ ജീവിത ലക്ഷ്യം, BFO ആവുക, അങ്ങനെ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അങ്ങനെ നല്ല രീതിയിൽ ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ വളരെ സാധ്യതയുള്ളതാണ്. അപ്പം ഞാനും ഇങ്ങനത്തെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് പക്ഷേ എന്താ ഞാൻ പറഞ്ഞ പോലെ തന്നെ BFO ഞാൻ അങ്ങനെ വളരെ ഇരുന്ന് അങ്ങനെ പഠിച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഒരു 3, 4 ദിവസം അത്ര മാക്സിമം അത്ര നോക്കിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ യൂട്യൂബിലും
യൂട്യൂബിലെന്നെ വീഡിയോസ് ഇരുന്ന് കാണുക ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിങ്ങള് ശരിക്കും ഇപ്പം മുതൽക്കേ ഇപ്പം അടുത്തൊരു പോലീസിനാണെങ്കിൽ സിവിൽ എക്സൈസ് ഓഫീസറിനാണെങ്കിൽ ഇപ്പോൾ ഏത് എക്സാമിനാണ് പഠിക്കുന്നത് വെച്ചാൽ ഇപ്പം മുതൽക്ക് തന്നെ കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. ഇപ്പോൾ ഏത് എക്സാം ആണെങ്കിലും കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് അതിലാവശ്യമായിട്ടുള്ള കാര്യം. അല്ലാതെ എന്തെങ്കിലും തോന്നിയ പോലെ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്ര സമയം കൊണ്ട് ഇന്ന കാര്യങ്ങൾ ഞാൻ പഠിച്ചു തീർക്കും. ഇത്ര കാര്യങ്ങളാണ് ഞാൻ ഈ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പ്ലാൻ ചെയ്യണത്. ഇതൊക്കെ ഞാൻ റിവൈസ് ചെയ്യും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ടു ലെവലിൽ ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ PYQs ഒക്കെ വെച്ചിട്ട് കൃത്യമായി അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ പഠനം തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഒരു ജോലി കിട്ടും. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഫിസിക്കലുള്ള എക്സാംസാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലോണം പഠിക്കുക. എന്തായാലും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒരു ജോലി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം അതിൻ്റെ റൈറ്റ് ടൈമിൽ കിട്ടും എന്ന് തന്നെയാട്ടോ ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ചിലപ്പോൾ നമ്മൾ അത്രയും ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചൊരു സംഭവത്തിനായിരിക്കില്ല മേ ബി നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്താലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിനാണ് നമുക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിലോ, അല്ലേ? ഇപ്പോൾ ശരിക്കും നമ്മൾ ചുറ്റും തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് പേര് ഭയങ്കര കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ അവസാനം അവർക്ക് കിട്ടിയതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അവസാനം അവർക്ക് കിട്ടിയതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ആഗ്രഹിച്ചതിനേക്കാൾ ഒരു പടി മുകളിലുള്ള കാര്യം അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിലാണ് അവർക്കത് കിട്ടിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ചുകൂടി റൈറ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും അത് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളെ വീക്ഷിക്കുന്നതും നല്ലതായിരിക്കും തോന്നുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഫിസിക്കൽ എക്സാം ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നല്ല കൃത്യമായിട്ടിരുന്ന് പഠിക്കുക. ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.